السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الكريم وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പരിപൂർണമായി ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ നിലക്ക് ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ 21-ാമത്തെ അധ്യായമായ സൂറത്തുൽ അംബിയാ, അതിൻ്റെ 4 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നാം പഠിച്ചത്. നാം പറഞ്ഞു വരുന്ന വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാനുള്ള 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ജനങ്ങൾക്ക് ആയത്തുകൾ ഓതിക്കൊടുത്ത് അവരുടെ വിശ്വാസപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലെ പോരായ്മകളും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ അബദ്ധങ്ങളും തിരുത്തിക്കൊടുത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുവാനുതകുന്ന പ്രവർത്തനങ്ങളെ ആയത്തിൻ്റെ വെളിച്ചത്തിൽ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ നിഷേധിക്കുന്നതിന് മുശ്രിക്കുകൾ നടത്തിയ ദുർന്യായങ്ങൾ, അതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറഞ്ഞു, ഹൽ ഹാദാ ഇല്ലാ ബശറുൻ മിത്ലുക്കും, മുഹമ്മദ് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്, എന്നിട്ട് ഈ മനുഷ്യനെയാണോ നിങ്ങൾ പിന്തുടരുന്നത്? പിന്നെ അവര് പറഞ്ഞു, അഫതഅതൂന സിഹ്റ, ഈ ജാലവിദ്യ മുഹമ്മദ് പാരായണം ചെയ്യുന്നത് അത് ഒരു സിഹ്റാണ്, ഒരു കൺകെട്ടാണ്, ഒരു ജാലവിദ്യയാണ്, മുഹമ്മദ് ഒരു സാഹിറാണ്, ജാലവിദ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തടയിടാൻ അവർ ശ്രമിക്കുകയാണ്. അപ്പൊ അവർ സ്വകാര്യമായി കൂടി എടുത്ത ചില തീരുമാനങ്ങളാണ് ഇതൊക്കെ.
പക്ഷെ ആ തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നില്ല. കാരണം നമുക്കറിയാം, പിന്നെ കളവുകൾ സ്ഥാപിക്കാൻ ഒരുപാട് കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പൊ ഇനി അവർ പറയുന്ന ചില ആരോപണങ്ങളാണ് 5-ാമത്തെ ആയത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. എന്താണ് അവർ ഇനി പറയുന്ന കാര്യങ്ങൾ? ആ ആയത്തൊന്ന് ഓതി നമുക്കതിൻ്റെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 5-ാമത്തെ വചനം ഒന്ന് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون بل قالوا أضغاث أحلام بل افتراه أحلام بل افتراه بل هو شاعر بل هو شاعر فليأتنا بآية فليأتنا بآية كما أرسل الأولون بل قالوا أضغاث أحلام بل അവിടെ എന്താ നിയമം? ഇഖ്ലാബാണ്. തൻവീനായ നൂന് അതിനുശേഷം ബാ വന്നിട്ടുണ്ട്. അവിടെ ആ നൂനിനെ മാറ്റി നമ്മൾ മീമാക്കി വായിക്കുക. അഹ്ലാമിൻ എന്ന് പറയാതെ അഹ്ലാമിൻ അഹ്ലാമിൻ ബലിത്തറാഹു ഇങ്ങനെ വായിക്കുക. അഹ്ലാമിൻ ബലിത്തറാഹു ബൽ ഹുവ ഷാഇറൂഫ. അവിടെ തൻവീനായ നൂനിനെ എന്ത് ചെയ്യണം? അവ്യക്തമാക്കി മണിച്ച് വായിക്കുക. ഇഖ്ഫാഉം ബിഗുന്നയാണ്. ഷാഇറൂഫ. റുൻ എന്ന് വരാൻ പാടില്ല. ബൽ ഹുവ ഷാഇറൂഫ فليأتنا بآية كما ഇവിടെയും ബി ആയത്തിക തിൻ എന്നുള്ള വായന വരാതെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം.
ബിആയതിക എന്ന രൂപത്തിൽ കമാ ഉർസിലൽ അവ്വലൂൻ. തൊട്ട് മുമ്പുള്ള ആയത്ത് ഒന്ന് അർത്ഥം പറയാ. നാലാമത്തെ ആയത്ത് ഖാല, അവൻ പറഞ്ഞു എന്നാണ് ഖാല. ഇത് ആര് പറഞ്ഞതിനെ കുറിച്ചാണ് പറയണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റബ്ബി, എൻ്റെ റബ്ബ്, യഅലമു, അവൻ അറിയുന്നു, അൽ ഖൗല, വാക്ക്, ഫിസ്സമാഇ വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലും ഉള്ളത്. വഹുവസ് സമീഉൽ അലീം, കാരണം എന്താ? അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, അലീമാണ്. ബൽ, ബൽ എന്ന് പറഞ്ഞാൽ എന്നാലും, പക്ഷേ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? സാന്ദർഭികമായി അർത്ഥം വരുന്ന ഒരു ഹർഫാണ് ബൽ. പക്ഷേ, എന്നാൽ. ഇവിടെ നമുക്ക് ഈ ആളുകൾ, മുശ്രിക്കുകൾ പറഞ്ഞു വരുന്ന ആരോപണങ്ങൾ, അത് വീണ്ടും അവര് ആദ്യം പറഞ്ഞു നോക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? ഒരു മനുഷ്യനാണ്. പിന്നെ പറഞ്ഞു സാഹിറാണ്, ജാലവിദ്യക്കാരനാണ്. ഇവിടെ ഒന്നും നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ അവർ ആരോപണങ്ങൾ പറഞ്ഞിട്ടും ഇത് ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്തിരിയാനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിൽ നിന്ന് പിന്തിരിയാനോ ഒന്നും തയ്യാറാവുന്നില്ല. അപ്പോ പിന്നെ അവര് പറയാണ്, ഖാലു, അവർ പറഞ്ഞു, അദ്ഗാഫു അഹ്ലാമിൻ. അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളാണ്. അദ്ഗാഫു അഹ്ലാം എന്താണ്? ദുസ്വപ്നങ്ങളാണ്. അദ്ഗാഫു അഹ്ലാമിൻ, ദുസ്വപ്നങ്ങളാണ് എന്ന് അവർ പറഞ്ഞു. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറയുന്ന ഖുർആനിക വചനങ്ങളെ കുറിച്ച് അവർ പറയുന്നത് ഇതെല്ലാം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്ന ദുസ്വപ്നങ്ങളാണ്. എന്തൊക്കെയോ സ്വപ്നം കണ്ട് അത് വിളിച്ചു പറയാണ് മുഹമ്മദ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ മൊത്തത്തിൽ എടുത്തു പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. സൂറത്തു ഇസ്രാഇന്റെ 48-ാമത്തെ ആയത്തിൽ കാണാം, ഉൻദുർ കൈഫ ദറബൂ ലകൽ അംസാൽ ഫദല്ലൂ ഫലാ യസ്തതീഊന സബീലാ. പ്രവാചകരെ നോക്ക്, കൈഫ ദറബൂ ലകൽ അംസാൽ, എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉപമകൾ പറഞ്ഞുണ്ടാക്കിയതെന്ന്. എന്തൊക്കെയാ അവര് പറയണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്, ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാം. അപ്പൊ അവര് പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്ന് ദുസ്വപ്നങ്ങളാണ് എന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വഹി വരുന്ന വ്യത്യസ്ത രൂപങ്ങളിൽ ഒരു രൂപം എന്താണ്?
സ്വപ്നങ്ങളിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് വന്ന വ്യത്യസ്ത വഴികളുണ്ട്. അതിൽ ഒരു രൂപം സ്വപ്നമാണ്. പക്ഷെ ഇവര് പറയുന്നത് ദുസ്വപ്നങ്ങളാണ് എന്ന് പറയാണ്. പിശാചിൽ നിന്നുള്ള ദുസ്വപ്നങ്ങൾ ആരുന്ന? പിശാചിൽ നിന്നാണ്. പിശാചിൽ നിന്ന് ഉണ്ടാകുന്ന ദുസ്വപ്നങ്ങളാണ്. അതുകൊണ്ടാണ് വഹ്യ് ഇടക്ക് ഒന്ന് നിന്നു പോയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് നിന്നതിലുള്ള വിഷമം, അതിലൂടെ എന്ത് ചെയ്തു? ഇവരുടെ ഒരു കുത്തും മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന പിശാച് വിട്ടുപോയി, ഒഴിവാക്കിപ്പോയി എന്നൊക്കെ പറഞ്ഞുള്ള ഇവരുടെ കുത്തുവാക്കുകൾ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ സൂറത്തുൽ ദുഹ അല്ലേ, വദ്ദുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ അല്ലേ, താങ്കളുടെ റബ്ബ് എന്ത് ചെയ്തിട്ടില്ല? ഒഴിവാക്കിയിട്ടില്ല. ദുഹാ സമയം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ കുറിച്ച് സത്യം ചെയ്തു പറയാം. അപ്പോ ഇങ്ങനെ വഹ്യ് ലഭിക്കുന്ന വ്യത്യസ്ത വഴികളുണ്ട്. കാരണം വഹ്യ് എന്ന വാക്കിന് ശരിക്കും എന്താണ് അർത്ഥം? സ്വകാര്യ ഭാഷണം, ഒന്ന്. രഹസ്യമായ ബോധനം, ഗൂഢ സംസാരം എന്നിങ്ങനെയൊക്കെ വഹ്യ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് ലഭിച്ചിരുന്ന രൂപങ്ങളിൽ ഒന്ന് സ്വപ്നമാണ്. അത് നമുക്കറിയാം, പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടുണ്ട്? ഇടക്കിടക്ക് ചില സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നങ്ങളെല്ലാം സത്യമായി പുലരുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പ്രവാചകത്വത്തിന്റെ തുടക്കത്തിന്റെ ഒരു അടയാളമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, എന്താണ്? അവ്വലു മാ ബുദിഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ വഹ്യി അർ-റുഖ്യ അസ്-സ്വാലിഹതു ഫിൻ-നൗം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹ്യിന് തുടക്കം കുറിച്ചത് സത്യസന്ധമായ സ്വപ്നത്തിലൂടെയായിരുന്നു. ഫകാന ലാ യറാ റുഅ്യ ഇല്ലാ ജാഅത് മിത്ല ഫലഖിസ് സുബ്ഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നവും കാണാറില്ലായിരുന്നു പ്രഭാതം പൊട്ടി വിടരുന്നത് പോലെ ആ സ്വപ്നം പുലർന്നിട്ടല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. അത് വഹയിന്റെ ഒരു തുടക്കം എന്ന രൂപത്തിലായിരുന്നു എന്ന് ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു. മാത്രമല്ല, പ്രവാചകനായതിനു ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്നത്തിലൂടെ വഹി ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എന്ത് ചെയ്യും? മക്കയില് മസ്ജിദുൽ ഹറമില് പ്രവേശിക്കുന്നതായി മദീനയിൽ വെച്ച് അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വപ്നം കാണുന്നുണ്ട്. ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചതിന് ശേഷം ചില ആളുകൾ മുടി കളഞ്ഞവരും ചിലർ മുടി വെട്ടിയവരുമായി മസ്ജിദുൽ ഹറമില് അങ്ങനെ പ്രവേശിച്ച് നിൽക്കുന്ന കാഴ്ച റസൂലുള്ള കാണുന്നുണ്ട് മദീനത്തുള്ള സമയത്ത്. അപ്പോ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ആ സ്വപ്നം എന്ത് ചെയ്യുന്നുണ്ട്? യാഥാർത്ഥ്യമാവുന്നുണ്ട് അല്ലേ? അവര് ആദ്യം ഉംറ നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടു. പക്ഷെ അവസാനം അത് ഹുദൈബിയ സന്ധിയിലാണ് എത്തുന്നത്.
ആ വർഷം ഉംറ നിർവഹിക്കാനാവാതെ തിരിച്ചു പോകേണ്ടി വന്നു. എന്നാൽ അടുത്ത വർഷം സമാധാനത്തോടെ നിരായുധരായി ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 48-ാം അധ്യായം 27-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലഖദ് സദഖല്ലാഹു റസൂലഹു റുഅ്യാ ബിൽ ഹഖ്. അല്ലാഹു അവന്റെ ദൂതന് സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തിരിക്കുന്നു. സ്വപ്നം കണ്ടത് വഹയിന്റെ ആ ഒരു സൂചന, അല്ലെങ്കിൽ വഹയിലൂടെ വഹയായിരുന്നു ആ സ്വപ്നം എന്നുള്ളതാണ് ആ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിലും എന്താണ്, അദ്ദേഹം കുട്ടിയെ അറുക്കാൻ, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ, അതെന്താണ്, സ്വപ്നമായിരുന്നു അല്ലേ? ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام അല്ലേ, ഇന്നി അറാ ഫിൽ മനാമി, ഞാൻ ഉറക്കിൽ കണ്ടു, സ്വപ്നം കണ്ടതാണ്. അന്നി അദ്ബഹുക, നിന്നെ ബലിയറുക്കണം എന്നത്, ബലിയറുക്കുന്നതായി ഞാൻ സ്വപ്നം കണ്ടു. ഫൻദുർ മാദാ തറാ, എന്താണ് മോനെ നിന്റെ അഭിപ്രായം? അപ്പൊ കുട്ടി പറഞ്ഞു, വാപ്പാ സ്വപ്നല്ലേ, അങ്ങനെ എന്തൊക്കെ ആൾക്കാർ കാണുന്നു എന്നല്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി എന്താ? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, മോനും അതറിയാം, ഇത് വഹിയാണ്. ഇഫ്അൽ മാ തുഅ്മർ, ഇത് കൽപ്പനയാണ്. സ്വപ്നമാണ് കണ്ടതെങ്കിലും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ വാക്കിലൂടെ അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നറിയുന്നു. ഇത് വഹിയാണ്. പ്രവാചകന്മാർക്ക് വഹി ലഭിച്ചതിന്റെ വ്യത്യസ്ത ഇനങ്ങളിൽ ഒന്നായിരുന്നു സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഇവർ ഈ മുശ്രിക്കുകൾ പറയുന്നത് എന്താണ്? ബൽ ഖാലു അദ്ഗാഥു അഹ്ലാമിൻ, മുഹമ്മദ് ദുസ്വപ്നങ്ങളാണ് വിളിച്ചു പറയുന്നത്. മുഹമ്മദ് പറയുന്നതൊക്കെ പേക്കിനാവുകളാണ്, എന്തൊക്കെയോ ദുസ്വപ്നങ്ങളാണ് മുഹമ്മദ് വിളിച്ചു പറയുന്നത് എന്നാണ് അവർ കണ്ടെത്തിയ ഒരു ആരോപണം. എന്നാൽ അവിടെ നിന്നോ ഇല്ല, ഇവിടെ നിന്നൊക്കെ പോന്നു, മനുഷ്യനാണെന്ന് പറഞ്ഞു, സാഹിറാണെന്ന് പറഞ്ഞു, ദുസ്വപ്നങ്ങൾ വിളിച്ചു പറയാണ് എന്ന് പറഞ്ഞു. ബൽ, അതുമല്ല, മാറുകയാണ്, ഒന്നിനും കിട്ട് ഉറച്ചു നിൽക്കുന്നില്ല. ഇതാണ് ഒരു കളവ് സ്ഥാപിക്കാൻ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും. ഒരു വിഷയം അംഗീകരിക്കാതിരിക്കാൻ എന്തൊക്കെ ന്യായീകരണങ്ങൾ നമ്മൾ കൊണ്ടുവന്നാലും അതിനൊന്നൊരു സ്ഥിരത ഉണ്ടാവില്ല, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ബൽ, അതല്ല, ഇഫ്തറാഹു, ഇഫ്തറ എന്ന് പറഞ്ഞാൽ കളവ് കെട്ടിച്ചമച്ചു എന്നാണ്. ഇഫ്തറ, കളവ് കെട്ടിച്ചമച്ചു. അവൻ കെട്ടിച്ചമച്ചതാണ്, കെട്ടിയുണ്ടാക്കിയതാണ്. ആര്? ഉമ്മിയായ റസൂല്. അവർക്കറിയാം റസൂലുള്ളാനെ, നിരക്ഷരനാണ് ആ പ്രവാചകൻ, എഴുത്തും വായനയും ഒന്നും പഠിക്കാത്ത ഒരാളാണ്. ഇതവർക്കറിയാം. പക്ഷെ എന്നിട്ടും അറിയുന്ന സത്യങ്ങളൊക്കെ മൂടി വെച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാകുക. ഒരു കാര്യം അതിനെ എതിർക്കാൻ വേണ്ടി നിലവിൽ അറിയുന്ന സത്യങ്ങളെ മൂടി വെക്കും. ജൂതന്മാരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അവർക്ക് റസൂലുള്ളാഹിനെ എങ്ങനെ അറിയാം? സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം എന്നാണ്. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നും സ്വന്തം മക്കളെ ഒരാൾക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, അല്ലേ? അതേപോലെ അവർക്ക് അറിയാം മുഹമ്മദ് നബി
അള്ളാഹുവിന്റെ ദൂതനാണ് എന്നൊക്കെ അവർക്കറിയാം. കാരണം അവര് മദീനത്തേക്ക് വന്നുകൂടിയ ആളുകളാ ജൂതന്മാര്. എന്തിന്? ഇങ്ങനെ ഒരു പ്രവാചകൻ വരുന്നുണ്ട്, ആ പ്രവാചകരിൽ വിശ്വസിക്കാൻ വേണ്ടി മദീനത്തേക്ക് കുടിയേറി പാർത്തവരാണ് ജൂതന്മാര്. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നാണ് എന്നൊക്കെ അവർക്കറിയാം. കാരണം അതുവരെ അങ്ങനെ ഒരു പേര് അവിടെ ഇല്ല. പിന്നെ പലരും മക്കൾക്കൊക്കെ മുഹമ്മദ് എന്ന് പേര് വിളിക്കാറുണ്ടായിരുന്നു എന്ന് വരെ ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ജൂതന്മാരിൽ. പക്ഷെ അവര് വിചാരിച്ച റൂട്ടിലല്ല ആര് വന്നേ, അല്ലെ? അവര് വിചാരിച്ചത് ഇസ്ഹാഖ് നബിയുടെ ആ ഒരു പരമ്പരയില്. കഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ വന്നത് അങ്ങനെയാണ്. പക്ഷെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന റൂട്ട് ഏതാണ്? ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ പരമ്പരയിലൂടെയാണ്. അവിടെയാണ് അവർക്ക് പഴിച്ചത്. അപ്പൊ ഇതേപോലെ അറിയുന്ന ഒരു കാര്യം നിഷേധിക്കാൻ വേണ്ടി പലപ്പോഴും മൂടി വെക്കേണ്ടി വരികയാണ്. അപ്പൊ ഇവർ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാണ്, നോക്കൂ നിങ്ങള്, ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. എവിടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ അറിയാം? റസൂലുള്ള ഒന്നും പഠിച്ചിട്ടില്ല. സൂറത്തു അൽ ഫുർഖാനിന്റെ തുടക്കത്തിൽ കാണാം, വഖാലു, അവര് പറഞ്ഞു, വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാഹു, ഈ ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു. വഅആനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ, വേറെ ചില ആളുകൾ അവനെ അതിന് സഹായിക്കുന്നു. ആരൊക്കെയോ സഹായിച്ചിട്ട് മുഹമ്മദ് എന്ത് ചെയ്യാണ്? കളവ് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയാണ്, വഖാലു അസാതീറുൽ അവ്വലീൻ, ഇത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്. ഇക്തതബഹാ ഫഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസ്വീലാ, ഇവൻ ഇത് എഴുതി വച്ചിരിക്കുന്നു. ആര്? ഉമ്മിയായ റസൂൽ. അടിച്ചു വിടുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എഴുതി വച്ചിരിക്കുകയാണ്. പൂർവികന്മാരുടെ കെട്ടുകഥകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെച്ചിട്ട് വഹിയ തുംലാ അലൈഹി ബുക്റതൻ വഅസ്വീലാ, എന്നിട്ട് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ച് കേൾപ്പിക്കപ്പെടുന്നു. അവര് സ്വന്തം ഉണ്ടാക്കുകയാണ്. ഇത് റസൂൽ എഴുതി വെച്ചു, എന്നിട്ട് ആരോ വായിച്ചു കൊടുക്കുകയാണ്. ആ കേട്ടതാണ് റസൂൽ വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വിളമ്പുന്നത്. അല്ലേ? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഖുർആനിൽ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പോ 52-ാം അധ്യായം അതിന്റെ 33, 34 ആയത്തുകൾ പരിശോധിച്ചാൽ കാണാം, അം യഖൂലൂന തഖവ്വലഹു, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കെട്ടിച്ചമച്ചു പറഞ്ഞതാണ് എന്ന് അവർ പറയുകയാണോ? ബല്ലാ യുഅ്മിനൂൻ, അല്ല അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ്. എന്നാൽ ഫൽയഅ്തു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ അറബി ഭാഷയിൽ അന്ന് നല്ല കഴിവുള്ളവരാണ് മക്കക്കാർ, അല്ലെ? ശത്രുക്കളായ ആളുകൾ പലരും. എന്നാൽ അവർ സത്യവാന്മാരാണെങ്കിൽ, ഇതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഹദീസ്, ഒരു വൃത്താന്തം അവരൊന്ന് കൊണ്ടുവരട്ടെ. എഴുത്തും വായനയും ഒന്നും പഠിക്കാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി
കെട്ടിച്ചമച്ചുണ്ടാക്കി വിളിച്ചു പറയുന്നതാണ് ഇത്രത്തോളം മനോഹരമായ കാര്യങ്ങളെങ്കിൽ ഇതുപോലെ ഒന്ന് അവർക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഹൂദിന്റെ 13-ാമത്തെ ആയത്തിലും പറഞ്ഞു, അം യഖൂലൂന ഇഫ്തറാഹു, അതല്ല അദ്ദേഹം അത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി എന്നാണോ അവര് പറയുന്നത്? ഖുൽ, എന്നാൽ അവരോട് പറ, ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി, ഇതുപോലെയുള്ള ഒരു 10 അധ്യായങ്ങൾ മുഫ്തറയാത്ത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി നിങ്ങളൊന്ന് കൊണ്ടുവാ. വദ്ഉ മൻ ഇസ്തതഅ്തും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സ്വാദിഖീൻ, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് സാധിക്കുന്നവരെ എല്ലാം നിങ്ങൾ വിളിച്ചുകൊള്ളൂ. എല്ലാരും നിങ്ങൾ വിളിച്ചോളി. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 10 സൂറത്ത് ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിൻ. അല്ലെ, 10 അല്ല, മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സ്വാദിഖീൻ. ഒരൊറ്റ സൂറത്ത് നിങ്ങളെ കൊണ്ട് കഴിയും? ഒരൊറ്റ സൂറത്ത് നിങ്ങൾ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധതയുണ്ടെങ്കിൽ, ഇപ്പൊ മുഹമ്മദ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമല്ലോ. നിങ്ങൾ കൊണ്ടുവരി, ഒരായത്ത് കൊണ്ടുവരി, ഒരു സൂറത്ത് കൊണ്ടുവരി, 10 സൂറത്ത് കൊണ്ടുവരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുക. എന്തൊക്കെ പറഞ്ഞു? അദ്ഗാസു അഹ്ലാമാണ്, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, മാത്രമല്ല ബൽ ഹുവ ശാഇറുൻ, നിൽക്കണില്ല, ബൽ അതല്ല, ഹുവ ശാഇറുൻ, ആരാണവൻ? ശാഇറാണ്, കവിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ശത്രുക്കള് പറഞ്ഞുണ്ടാക്കിയ ആരോപണങ്ങളാണ്. ബൽ ഹുവ ശാഇറുൻ, കവിയാണ്. നമ്മള് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ട് പിന്നെ സാധാരണ പറയാറുള്ളത് ഏത് സൂറത്താണ്? സൂറത്തു ത്വാഹയാണ്, അല്ലേ? എന്നാൽ അതിനേക്കാൾ കൂടുതൽ പിന്നെ ബലപ്പെട്ടു വന്ന ഒരു അഭിപ്രായം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹു കഅബയിലേക്ക് ചെല്ലുകയാണ്. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി അവിടെ കയറുന്നതിന് മുമ്പ് കഅബയിൽ ചെന്ന് മുഹമ്മദ് നബി വരുമ്പോൾ തടയണം. ഇതാണ് പ്ലാൻ, കഅബയിൽ നിന്ന് തടയണം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോഴേക്ക് റസൂലുള്ള കഅബയിൽ എത്തിയിട്ടുണ്ട്. കഅബക്കുള്ളിൽ കയറി റസൂല് സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യാണ്. സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യാണ്. അപ്പൊ ഈ പാരായണം ചെയ്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് ഇതിങ്ങനെ പറക്കാൻ തുടങ്ങി. കാരണം അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, അല്ലെ, കദ്ദബത് സമൂദ് വആദും ബിൽ ഖാരിഅ, ഈ സമൂദ് ആദ് സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളിലൂടെയാണ് ഇവരുടെ കച്ചവട യാത്രകളൊക്കെ പോകുന്നത്. അതൊക്കെ അവർക്കറിയാം. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇതൊക്കെ ഇങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇങ്ങനെ തട്ടാൻ തുടങ്ങിയപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വയം തൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേതോ കവിയുടെ വാക്കുകളാണ്, ചരിത്രങ്ങളൊക്കെ കോർത്തിണക്കി ഒരു കവി ഉണ്ടാക്കിയ, കാരണം ഹൃദയത്തിലേക്ക് തറക്കുകയാണ്. കവിതകൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ആകൃഷ്ടരാകുമല്ലോ. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈ ചിന്ത വന്നപ്പോൾ
റസൂലുള്ളാന്റെ പാരായണം എവിടെത്തി? അതിൻ്റെ 41-ാമത്തെ ആയത്തിലെത്തിയിരുന്നു എന്നാണ്. എന്താണ്? വമാ ഹുവ ബിഖൗലി ശാഇർ, ഇത് ഒരു കവിയുടെ വാക്കല്ല. ഖലീലം മാ തുഅ്മിനൂൻ, നിങ്ങൾ വളരെ കുറച്ചേ വിശ്വസിക്കുന്നുള്ളൂ. ഒരു കവിയുടെ വാക്കല്ല. ഉമർ റളിയല്ലാഹു മനസ്സിൽ അങ്ങനെ ചിന്ത വന്നപ്പോഴേക്ക് റസൂലുള്ളാന്റെ പാരായണം അവിടെ എത്തിയെന്നാണ്. അപ്പൊ ഒന്നും കൂടി ഷോക്കായി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ഏതോ ജോത്സ്യന്റെ വാക്കുകളായിരിക്കും. അപ്പോഴാണ് അടുത്ത ആയത്തിന്റെ പാരായണം. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജോത്സ്യന്റെ വാക്കുമല്ല. ഖലീലം മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് റബ്ബുൽ ആലമീനിൽ നിന്ന് അവതീർണമായ വാക്കുകളാണ്. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, റസൂലുള്ളാഹിനോട് പറയാണ്, കെട്ടിച്ചമച്ചു വല്ലതും ഇതിൽ കൂട്ടി പറഞ്ഞുണ്ടാക്കിയാൽ, അള്ളാന്റെ വഹ്യ് വരാത്ത വല്ലതും ഇതിൽ താങ്കൾ പറഞ്ഞുണ്ടാക്കിയാൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, വലതു കൈ കൊണ്ട് ഞാൻ താങ്കളെ പിടിച്ച്, തുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, താങ്കളുടെ ജീവനാഡി അങ്ങ് മുറിച്ചു കളയും. റസൂലുള്ളാഹിക്ക് അള്ളാന്റെ താക്കീതാണ്. ഈ വഹയിലൂടെ ലഭ്യമായതല്ലാത്ത വല്ലതും താങ്കൾ പറഞ്ഞാൽ, അപ്പൊ പിന്നെ ഈ പ്രമാണങ്ങളിൽ ഇല്ലാത്തത് നമ്മൾ ചെയ്തുണ്ടാകുന്ന അവസ്ഥ എന്താ? വഹയിലൂടെ അല്ലാതെ, അതോ വഹി ലഭിക്കാത്ത വല്ലതും ജനങ്ങളോട് ദീനായി പറഞ്ഞാൽ, അള്ളാഹുവിൽ നിന്ന് കിട്ടാത്ത വല്ലതും ദീനായി ജനങ്ങളോട് പറഞ്ഞാൽ, പ്രവാചകരെ ജീവനാടി ഞാനാണ് പിടിച്ചു മുറിച്ചു കളയും, കൊന്നുകളയുന്ന പഠിച്ചോന്റെ താക്കീത്. റസൂലുള്ളാഹിക്ക് വരെ ഇത്രമാത്രം ശക്തമായ ഒരു താക്കീത് ഈ വിഷയത്തിൽ റബ്ബിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, പ്രമാണങ്ങളിൽ ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കാര്യങ്ങൾ, നബിദിനാഘോഷം പോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആഖിറത്തിൽ ഉണ്ടാകുന്ന അദാബിന്റെ കാഠിന്യം എന്തായിരിക്കും? അല്ലെ? അപ്പൊ ഈ ഒരു ആയത്തുകളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാറ്റത്തിന് പിന്നിൽ ഏറെ സ്വാധീനിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അപ്പോ ഇവര് പറയുന്ന ന്യായീകരണങ്ങളാണ്. ബൽ, അതല്ല, ഖാലു അദ്ഗാസു അഹ്ലാമിൻ, പേക്കിനാവുകളാണ്, ദുസ്വപ്നങ്ങളാണ്. ബൽ ഇഫ്തറ, അതല്ല, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. ബൽ, അതുമല്ല, ഹുവ ശാഇറുൻ, കവിയാണ്. എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ? എന്താണ്? ഉൻദുർ കൈഫ ളറബൂ ലകൽ അംസാൽ, പ്രവാചകരെ നോക്കൂ, എന്തൊക്കെയാണ് ആളുകൾ താങ്കളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്. ആയത്തുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അതുവരെ ഒറ്റ പേരുള്ളൂ, അൽ അമീൻ. അല്ലെ? ആളുകൾ വിളിച്ചത് അൽ അമീൻ. ആയത്തുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോ തുടങ്ങി, അവൻ ഷാഇറാണ്, കാഹിനാണ്, സാഹിറാണ്, മജ്നൂനാണ്. ഇതാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിക്കല്ല, മുന്നോട്ട് അതിശീഘ്രം മുന്നോട്ട്. കാരണം അവസാനിപ്പിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കുന്നത്
നാളെ ആഖിറത്തിൽ നിന്ന് താൻ രക്ഷപ്പെടണമെന്ന്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തണമെന്ന് സ്വന്തത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം താൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്റെ ഉമ്മത്തും തന്റെ അനുയായികളും രക്ഷപ്പെടണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി ആഗ്രഹിക്കുന്നു. അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഈ ഒരു സമയം മുതൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. ആളുകൾ ഈ സംസാരം അതിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവൻ നശിപ്പിക്കുമോ എന്ന് അത്ര സങ്കടത്തിലായിരുന്നു എന്നാണ്. ഇതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുമ്പോഴും അതിലല്ല സങ്കടം, തന്നെ കുറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതിലല്ല, മറിച്ച് ഇതാളുകൾ കേൾക്കാനോ സ്വീകരിക്കാനോ തയ്യാറാവാത്തതിൽ. ഒരാൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ എത്രമാത്രം സങ്കടം ഒരാൾക്ക് ഉണ്ടാവും. അത്തരം ഒരു അവസ്ഥ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അതാണ് ത്വായിഫിന്റെ മണ്ണിന്ന് ഏറുകെട്ടി രക്തമൊലിച്ച് റോഡരികിൽ തളർന്നു വീണ് കിടക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പടച്ചോനെ അവർക്ക് പുറത്തു കൊടുക്കണേ, അറിവില്ലാത്ത ജനതയാണ് എന്നാണ്. അങ്ങനെ സ്നേഹിച്ചതാണ് ഈ ഉമ്മത്തിനെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുറത്തു കൊടുക്കണേ എന്നാ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നത്. കല്ലെറിഞ്ഞവരോടും ചീത്ത പിടിച്ചവരോടും പുറത്തു കൊടുക്കണേ എന്ന് അറിയാത്തത് കൊണ്ടാണ് പടച്ചോനെ. അപ്പൊ ഈ നിലക്കുള്ള ആരോപണങ്ങളൊന്നും തളർത്താൻ പാടില്ല, ഇത് വളർത്താൻ ഉപകരിക്കണം. പൂർവാധികം ശക്തിയോടെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മൈനസ് പറയുമ്പോഴേക്ക് പിന്നെ ഈ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് പിന്നിക്ക് പോകല്ല വേണ്ടത്. എന്ത് കേട്ടാലും ശരി, മറ്റുള്ളവർ എന്ത് പറയും എന്നല്ല, നമ്മൾ എന്ത് പറയണം എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ, നമ്മുടെ വിചാരം നല്ലതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നരകത്തുനിന്ന് രക്ഷപ്പെടണം എനിക്കും നിങ്ങൾക്കും, സ്വർഗത്തിലേക്ക് എത്തണം നമുക്ക്. ഇതല്ലാത്ത വേറെ ഒരു വിചാരവുമില്ല. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നതല്ല, മറിച്ച് നമ്മൾ പറയുന്ന വിഷയം എന്താണ് അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ നന്മ കൽപ്പിക്കുകയാണ്, തിന്മ വിരോധിക്കുകയാണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഇബാദത്താണ്. റസൂലുള്ളാഹിയും സ്വഹാബത്തും അതാണ് കൃത്യമായി ചെയ്തത്. ആയത്തുകൾ ഓതിയപ്പോൾ ശത്രുക്കൾ അടി തുടങ്ങി, അടിച്ചടിച്ച് ബോധരഹിതരായി നിലത്തു വീണു. അല്പസമയം കഴിഞ്ഞ് ബോധം തിരിച്ചു കിട്ടിയപ്പോ ഓതിയതിന്റെ ബാക്കി ഓതിയവരാ സ്വഹാബത്ത്. അല്ലേ? ഓത്ത് തുടങ്ങിയപ്പോ കിട്ടിയതാ അടി. ബോധം നഷ്ടപ്പെട്ടു. ബോധം നഷ്ടപ്പെടുമ്പോ എവിടെയാണോ നിർത്തിയത്, ബോധം തിരിച്ചു കിട്ടിയപ്പോ അതിന്റെ ബാക്കി ഓതിയവരാ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ എന്തും ഈ രൂപത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായും പലതും നേരിടേണ്ടി വരും. അതുകൊണ്ടല്ലേ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം മോന് നൽകിയ വസിയത്തുകളിൽ എന്താണ്, വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക്. മോനെ നന്മ കൽപ്പിച്ചോ, തിന്മ വിരോധിച്ചോ, അതിന്റെ പേരിൽ എന്തും നിനക്കുണ്ടായാലും ക്ഷമിച്ചോ. വസ്ബിർ അലാ മാ അസ്വാബക്, നീ ക്ഷമിക്കണം എന്നാ പറഞ്ഞത്. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഇറങ്ങുമ്പോൾ എന്തുമുണ്ടാകും, നീ ക്ഷമിക്കണം എന്നാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മുന്നോട്ടാണ്. ഇതിന്റെ അവസാനം, ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് എന്താണ്? ഫൽയഅ്തിനാ ബിആയത്തിൻ. ഇനി മുഹമ്മദ് റസൂലാണെങ്കിൽ, ഫൽ എന്നാൽ, അവിടെ ഫൽ എന്ന് പറഞ്ഞതിൽ ആ ലാമുൽ അംറ് എന്നാണ് അതിന് പറയുക. യഅ്തിന, അവൻ കൊണ്ടുവരട്ടെ. അത്താ ബി, അത്താ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു എന്നാണ്. അത്താ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നാണ്. ഫൽയഅ്തിനാ ബിആയത്തിൻ, ഒരു ദൃഷ്ടാന്തം. എന്നാൽ അവൻ റസൂലാണെങ്കിൽ ഒരു ദൃഷ്ടാന്തം അവൻ കൊണ്ടുവരട്ടെ. എങ്ങനെയുള്ള? കമാ ഉർസിലൽ അവ്വലൂൻ, അവ്വലൂൻ പൂർവികന്മാർ, ഉദ്ദേശം മുൻ പ്രവാചകന്മാർ. മുൻ പ്രവാചകന്മാർ അയക്കപ്പെട്ടതുപോലെ മുമ്പ് വന്ന പ്രവാചകന്മാര് അവര് ദൂതന്മാരാണ് എന്നുള്ളതിന് അവര് പ്രൂഫ് ചെയ്ത കുറച്ച് എവിഡൻസുകളുണ്ട്, അല്ലെ? ദൃഷ്ടാന്തങ്ങളുണ്ട്. അതായത് ഒന്ന്, സ്വാലിഹ് നബി അലൈഹിസ്സലാം ജനതയ്ക്ക് കാണിച്ചു കൊടുത്തത് എന്താ? ഒട്ടകാണ്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാം, അല്ലെ, ഈസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തത്, പിന്നെ കുഷ്ഠരോഗികളായവർ, അന്ധന്മാരായ ആളുകൾ കാഴ്ച കൊടുത്തിട്ടു, അല്ലെ? അതൊക്കെ മുൻപ് അയക്കപ്പെട്ട പ്രവാചകന്മാർ കാണിച്ചതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ എന്ത് ചെയ്യട്ടെ? മുഹമ്മദും കൊണ്ടുവരട്ടെ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സൂറത്തു ത്വാഹയിലും പിന്നെ ഈ കാര്യം പറഞ്ഞതായിരുന്നു. അതിൻ്റെ 133 ആയത്തിലും ഈ വെല്ലുവിളി നമ്മൾ കണ്ടതാണ്. അവര് വെല്ലുവിളിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് കൊടുത്ത ദൃഷ്ടാന്തം ഏതാണ്? ഖുർആനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅ്തിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ. മനുഷ്യരിൽ വിശ്വാസമുണ്ടാക്കുവാൻ പര്യാപ്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെടാത്ത ഒരു പ്രവാചകനും വന്നിട്ടില്ല. ആളുകൾ വിശ്വസിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് സർവ്വ പ്രവാചകന്മാരും വന്നത്. وَإِنَّمَا كَانَ الَّذِي أُوتِيتُ وَحْيًا أَوْحَاهُ اللَّهُ إِلَيَّ فَأَرْجُو أَنْ أَكُونَ أَكْثَرَهُمْ تَابِعًا يَوْمَ الْقِيَامَةِ. എനിക്ക് ലഭിച്ചത് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് ആണ്, അതായത് അൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഖുർആനാണ് പ്രവാചകന് ലഭിച്ച ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ആ ദൃഷ്ടാന്തത്തെ കുറിച്ച് ചിന്തിച്ചാൽ, ഇപ്പൊ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ അവരുടെ ദൃഷ്ടാന്തങ്ങളൊക്കെ അതത് നാടിൽ മാത്രമുള്ളൂ, അല്ലെ? ആ പ്രവാചകന്മാരെ കാലഘട്ടമൊക്കെ തീർന്നു ആ ദൃഷ്ടാന്തങ്ങൾ. പക്ഷെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും സമൂഹത്തെ പഠിപ്പിച്ചതും അവരുടെ ചരിത്രങ്ങൾ പരാമർശിച്ചു കൊണ്ടുള്ളതൊക്കെ ഉള്ള ആയത്തുകളാണ്. അതൊക്കെ സത്യമാണ് എന്ന് ബോധ്യപ്പെടാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. പക്ഷെ എന്നിട്ടും ഇവരുടെ പിന്നെ പരിഹാസം അത് അവസാനിക്കുന്നില്ല. അവര് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് റസൂലാണ് എങ്കിൽ എന്ത് ചെയ്യട്ടെ, പിന്നെ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, സ്വർണത്തിന്റെ എന്തുണ്ടാവണം? ഒരു വീടുണ്ടാവണം, തോട്ടങ്ങൾ ഉണ്ടാവണം. ഒരു നിലക്കും അങ്ങനെയുണ്ടല്ലോ അംഗീകരിക്കാൻ ഒരുക്കല്ല. പിന്നെ ഇങ്ങനെ ഓരോന്നെന്ത് ചെയ്യാ,
പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കത്റത്തു സുആൽ എന്താണ്? അത് വെറുക്കപ്പെട്ട കാര്യമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ആയത്തെന്തോ ഹദീത്തെന്തോ അത് പറയും, പിന്നെ അത് ഇങ്ങനെ ആയാൽ, അത് അങ്ങനെ വന്നാൽ, അത് ഇങ്ങനെ വന്നാൽ. കുറെ ആൾ കണ്ടു, പലിശ ഹറാമാക്കപ്പെട്ട ഒന്നാണ്, എങ്ങനെയെങ്കിലും മറ്റേ ഹലാലായി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ ചോദിച്ച് ഇങ്ങനെ ഒരു തെറ്റിനെ വെളുപ്പിക്കാൻ നോക്കും. ഇവര് നിഷേധിച്ചു, ഇവരംഗീകരിക്കുന്നില്ല. അതിന് വെറുതെ ഓരോ ന്യായങ്ങൾ ഇങ്ങനെ, ദുർന്യായങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വിശ്വസിക്കാൻ ഒരുക്കമില്ല. അപ്പൊ അതിനിങ്ങനെ ഓരോന്നിങ്ങനെ ദുർന്യായങ്ങൾ ഇവര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഈ ആയത്തില് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ഏത് കാര്യമാണെങ്കിലും എന്ത് ചെയ്യുക? ഈ ശത്രുക്കളുടെ സ്വഭാവം സ്വീകരിക്കരുത്. സമിഅനാ വ അത്വഅനാ. ഒരു കാര്യം ആയത്തിന്റെ ഹദീത്തിന്റെ വെളിച്ചത്തിൽ സ്ഥിരപ്പെട്ടാൽ, ഇപ്പോ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അല്ലാഹു അർശിൽ ഇസ്തിവാ ആണ് എന്ന ആയത്ത് പറയുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ആ ഇരുത്തെങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഇരുത്തം എങ്ങനെയെന്നുള്ളതല്ല, അൽ ഇസ്തിവാഉ മഅലൂം, അല്ലാഹ് അർശിൽ ഉപവിഷ്ടനാണ് എന്ന കാര്യം അറിയപ്പെട്ടതാണ്. വകൈഫിയതുഹു മജ്ഹൂൽ, അത് എങ്ങനെ എന്നുള്ളത് മജ്ഹൂലാണ്, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായി പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത് അസ്സുആലു അൻഹു ബിദ്അത്ത്. എന്താണ് അത്? ബിദ്അത്താണ്. അതായത് കൃത്യമായി പ്രമാണങ്ങളാൽ വ്യക്തമായി പഠിപ്പിക്കാത്ത ഒരു കാര്യം. ഇപ്പൊ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ 1/3 ഇറങ്ങി വരും എന്ന് പറയുന്നു. അപ്പൊ നമ്മളിങ്ങനെ, അതിപ്പോ എങ്ങനെയൊക്കെ ഇറക്കം, എങ്ങനെയാ അള്ളാഹ് ഇറങ്ങി വരിക? ഇവിടെ രാത്രിയാകുമ്പോ അവിടെ പകലല്ലേ? ഇതിങ്ങനെ ഇത്തരത്തിലുള്ള ദുർന്യായങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പറ്റൂല. ഒരു വിഷയത്തിൽ എന്താണോ ആയത്ത്, എന്താണോ ഹദീസ്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒതുങ്ങുക. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചക്ക് ലിമിറ്റ് ഉണ്ട്, നമ്മുടെ കേൾവിക്ക് ലിമിറ്റ് ഉണ്ട്, നമ്മുടെ ബുദ്ധിക്കും ലിമിറ്റ് ഉണ്ട്, നമ്മുടെ ചിന്തകൾക്കും ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതിനപ്പുറം ഹറാമാണ്, അതിന്റെ അപ്പുറം ഹറാമാണ്. അപ്പൊ ആ ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. മക്കയിലെ മുശ്രിക്കുകൾ ഇങ്ങനെയായിരുന്നു, എല്ലിൻ പൊടികൾ ഊതിപ്പാറിപ്പിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഊതിയാൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി വീഴുന്ന എല്ലിൻ പൊടികളിൽ നിന്ന് ആരാ പിന്നെ കൊണ്ടുവരിക? മനുഷ്യനെ സൃഷ്ടിക്കുക. എങ്ങനെയാ ഇത് സാധിക്കുക? അല്ലേ? അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? ഒന്നും ഇല്ലാത്ത ഒന്നാണ് നിന്നെയൊക്കെ സൃഷ്ടിച്ചത്. ഇപ്പൊ ഊതിപ്പാറി പോകാൻ എല്ലിന്റെ പൊടികളെങ്കിലും ഉണ്ട്. ഒന്നും ഇല്ലാത്ത ഒന്നാണ് നിന്നെ സൃഷ്ടിച്ചത്. അതിന് കഴിവുള്ള റബ്ബിന് ഇതിന് കഴിയാതിരിക്കുവോ? അപ്പൊ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സൂറത്തിൽ തന്നെ എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, അവനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല, നമ്മളാണ് ചോദ്യങ്ങൾക്ക് വിധേയമാക്കപ്പെടുക. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അല്ലേ? അള്ളാനെ ആരും ചോദ്യം ചെയ്യാനില്ല, നമ്മളാണ് ചോദ്യങ്ങൾക്ക് വിധേയമാക്കപ്പെടുക. അതുകൊണ്ട് ദുർന്യായങ്ങൾ കണ്ടെത്താതെ പറഞ്ഞ് ഒരു വിഷയത്തിനെ വെറുതെ വസ്വാസ് ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിച്ച് അവസാനിപ്പിക്കാതെ ഒരു വിഷയത്തിൽ ആയത്തെന്തോ ഹദീത്തെന്തോ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ടത്.
മിഅ്റാജ് യാത്രയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, റസൂൽ അങ്ങനെ പറഞ്ഞോ, റസൂൽ അങ്ങനെ പറഞ്ഞോ. ഒറ്റ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അതേ രാത്രി 7 ആകാശത്ത് പോയി, അതേ രാത്രി തിരിച്ച് നാട്ടിലെത്തി. റസൂല് പറഞ്ഞോ എന്നാ ചോദിച്ചത്. അതേ പറഞ്ഞു. എങ്കിൽ സ്വദ്ദഖ്തു, ഞാൻ സത്യപ്പെടുത്തുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് അല്ലെ. അതുകൊണ്ട് ആ ഒരു വിഷയമാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്കും കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم